എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ കൂടെ പറയുന്നത്, നമ്മുടെ ശരീരത്തിന് തന്നെ നമുക്ക് പലതരം അസുഖങ്ങൾ വരുന്നുണ്ട് ഇല്ലേ? ചിലവർക്കത് കുറേ നാൾ പിടിച്ചിട്ട് മാറും, ചിലവർക്ക് പെട്ടെന്ന് തന്നെ മാറും. അപ്പോൾ നമ്മുടെ ശരീര അസുഖങ്ങളെ വലിയ കാര്യമായിട്ടുള്ള മരുന്നുകളൊന്നും ചെയ്യാണ്ട് തന്നെ പുറന്തള്ളാനുള്ളൊരു കഴിവുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ കൂടുതലും വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് കൂടുതലും അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിന് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. നമ്മുടെ മനസ്സ് ശരിയല്ലാണ്ട് ഇരിക്കുന്നവർക്ക് ശാരീരികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരാനുള്ള കാര്യങ്ങൾ, മനസ്സുഖമില്ലാത്തവർക്ക്, അതായത് മനസ്സിൽ കുറേയധികം പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുക, നെഗറ്റീവ് ചിന്തകൾ, അതേപോലെ മറ്റുള്ളവരെ പറ്റിയിട്ട് മറ്റുള്ളവരോടുള്ള ദേഷ്യം, വൈരാഗ്യം, പക, അങ്ങനെ പല പല അവസ്ഥകൾ, നമുക്ക് പല അവസ്ഥകളുണ്ടല്ലോ. ചിലവർക്ക് അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുള്ള ആളുകളുണ്ട്. അതായത് അവർക്ക് അങ്ങനെ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊരു വിദ്വേഷമോ പകയോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ചിലവർക്ക് അങ്ങനെ കൂടുതൽ അങ്ങനെ ബാധിക്കൊന്നുമില്ല. പക്ഷേ ചില ആളുകൾക്ക് അത് വളരെയധികം മാനസികമായിട്ട് വളരെ പിരിമുറുക്കത്തിന് കാരണമാവും. ഈ മാനസികമായിട്ടുള്ള പിരിമുറുക്കം കൊണ്ട് എന്താണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ ശരീരത്തിൽ കാണും. നമുക്ക് പല പല അസുഖങ്ങളായിട്ട്, വേദനകൾ, വിഷമങ്ങൾ, അങ്ങനെ പല പല അസുഖങ്ങളായിട്ടാണ് അത് പുറത്തേക്ക് വരിക. അപ്പോൾ നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരമാവധി നമ്മുടെ മനസ്സിനെ വളരെയധികം സംയമനത്തോടു കൂടിയിട്ട് കൊണ്ടു നടക്കണം. സന്തോഷം വന്നു കഴിഞ്ഞാലും അമിതമായി സന്തോഷിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. വിഷമം വന്നു കഴിഞ്ഞാൽ അധികമായിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. അങ്ങനെ എല്ലാത്തിൻ്റെയും ഇടയിൽ ഒരു സന്തുലനാവസ്ഥയിൽ വേണം നമ്മളെ ജീവിതം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ആ നിയന്ത്രണം നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു നിയന്ത്രണമുള്ള ആളുകൾക്ക് കാര്യമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും അവരെ അലട്ടില്ല. അതായത് അവർക്ക് എല്ലാത്തിനും ഒരു നിയന്ത്രണമുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. കുറേ വിഷമം വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കാണ്ടിരിക്കാനായിട്ട് അവർ ആ മനസ്സിനെ കൺട്രോൾ ചെയ്യാണ്. അതേപോലെ സന്തോഷം വന്നു കഴിഞ്ഞാൽ ചിലവർക്ക് അങ്ങനെ സന്തോഷം അങ്ങോട്ട് പ്രകടിപ്പിച്ച് വല്ലാണ്ടധികം അങ്ങോട്ട് പ്രകടിപ്പിക്കുന്ന ആളുകളെ കാണാം. അവർക്കത് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവില്ല എന്നാണ്. നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാത്തിലും നമ്മുടെ മനസ്സ് ഒരേപോലെ നിയന്ത്രിച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു സംയമനം ഉള്ളവർക്ക് ശാരീരികമായിട്ടും അതിൻ്റെ ഒരു മെച്ചം കാണാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മുടെ ഒരു കടിഞ്ഞാണിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും പിടിക്കണം. നമ്മുടെ മനസ്സിൻ്റെ പിടി നമ്മൾ ഇങ്ങനെ വിട്ടു പോകരുത്, തെറ്റിപ്പോകരുത്. നമ്മുടെ കയ്യിൽ നിന്ന് അത് വഴുകി പോകാനായിട്ട് പാടില്ല. സുഖം വന്നാലും ദുഃഖം വന്നാലും ദേഷ്യം വന്നാലും എന്ത് വന്നാലും നമ്മൾ നമ്മുടെ മനസ്സിന് ഒരു നിയന്ത്രണം വേണം. അത് നമ്മുടെ കയ്യിലായിരിക്കണം അതിൻ്റെ കടിഞ്ഞാണ്. അത് നമ്മൾ ഊരി വിട്ടിട്ട് നമുക്ക് പിന്നെ പിടിച്ചാൽ കിട്ടാത്ത പോലെയാവും. നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാവില്ല പിന്നെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി നിയന്ത്രിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അസുഖങ്ങൾ കുറവായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നെഗറ്റീവ് ചിന്താഗതിയായിട്ട് നടക്കുന്ന ആളുകൾക്ക് പല പല അസുഖങ്ങളാണ്. പക്ഷേ എല്ലാതും ഒരു ഈസി മട്ടിലെടുക്കുന്ന ആളുകൾക്ക് അങ്ങനെ അസുഖങ്ങൾ വളരെ കുറവായിരിക്കും. മാത്രമല്ല വന്ന അസുഖങ്ങൾ വേഗം മാറാനും പറ്റും. ഇപ്പോൾ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞപ്പോൾ അസുഖങ്ങൾ വരാത്തവരാരുമില്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് സാരമില്ല, അത് മാറിക്കോളും, അല്ലെങ്കിൽ കുറേ മരുന്നൊന്നും മേടിച്ച് കഴിക്കില്ല. നിസ്സാരം ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് കുറേ മരുന്നൊന്നും വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് 2 ദിവസം കഴിയുമ്പോൾ മാറിക്കോളും എന്നുള്ള ചിന്താഗതി ഉള്ള 90% ആളുകളുടെ അസുഖങ്ങളും അത് 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ അങ്ങനെ അങ്ങോട്ട് മാറിക്കോളും. വലിയ മരുന്നും കാര്യങ്ങളൊന്നും കഴിക്കേണ്ടി വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ അസുഖത്തിനെ കുറിച്ച് അത്രയും അങ്ങോട്ട് ബോധേഡാവണില്ല. അത് മാറിക്കോളും. അത് വലിയൊരു പേടിയായിട്ടോ അതിന് ഇനി കുറേ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് എൻ്റെ അസുഖം അതാണോ ഇതാണോ ക്യാൻസറാണോ മറ്റേതാണോ ആവോ ഇല്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ ഒന്നുമില്ല അവർക്ക്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അവരുടെ ശരീരം തന്നെ ആ അസുഖത്തിനെ പുറന്തള്ളുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് മരുന്നിൻ്റെയും കാര്യങ്ങളുടെയും ഒന്നും വലിയ ആവശ്യമില്ല. മനസ്സിൻ്റെ ഒരു ബലം ആ പോസിറ്റീവ് ചിന്താഗതി കൊണ്ടും മനസ്സിൻ്റെ ആ ബലം കൊണ്ടും തന്നെ അവരുടെ അസുഖം അവരുടെ ശരീരത്തിന് വിട്ട് പൊക്കോളും. പരമാവധി വേഗം തന്നെ പൊക്കോളും. എന്നാൽ നേരെ മറിച്ച് നെഗറ്റീവ് ചിന്താഗതികളും മനസ്സിൽ ഒരു
മനസ്സിനെ ഒരു നിയന്ത്രണത്തിലാക്കാൻ കഴിയാത്ത ആളുകൾക്കാണ് ഈ അസുഖം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മരുന്ന് മേടിച്ച് കഴിച്ചാലും എന്തൊക്കെ ചെയ്താലും അവരുടെ രോഗം അത്ര പെട്ടെന്നൊന്നും മാറില്ല. അതായത് ഇവർക്ക് കുറേ നെഗറ്റീവ് ചിന്താഗതികളുണ്ട്. ഇനിയിപ്പോൾ ഈ അസുഖം വേറെ വല്ല അസുഖമായി മാറുമോ, ക്യാൻസറാവോ, അല്ലെങ്കിൽ വേറെ വല്ല വലിയ മാരക രോഗങ്ങളിലേക്ക് ഇത് പോവുമോ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുണ്ട് ലക്ഷണം, ഇങ്ങനെയുണ്ട് ലക്ഷണം, അങ്ങനെ കുറേ വേണ്ടാത്ത ചിന്താഗതികൾ ഇവിടെ ഉള്ളിലേക്ക് കയറി വരും. അതോടുകൂടി നമ്മുടെ തലച്ചോറ് സംശയമാവും, ഇങ്ങനെയുള്ളതാവോ ഇല്ലേന്ന്. അപ്പോൾ തലച്ചോറും നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് ഈ തലച്ചോറും അങ്ങനെ തന്നെ അങ്ങോട്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരം അങ്ങോട്ട് എളുപ്പം ഈ രോഗത്തിനെ പുറത്തള്ളില്ല. അതിനെപ്പോഴും ഇങ്ങനെ കുറച്ചിങ്ങനെ ഉള്ളിൽ ഒതുക്കി നിർത്തും. നമുക്ക് തന്നെ ഒരു സംശയമാണ് എന്താണോ ഏതാണോ. മറ്റേ ചിന്താഗതി, നല്ലൊരു പോസിറ്റീവ് ചിന്താഗതിയും അനാവശ്യ ചിന്തകളും ഇല്ലാത്ത വ്യക്തികളുടെ തലച്ചോറ് ആ ആൾ ചിന്തിക്കുന്ന പോലെ വളരെ ഇതായി ചിന്തിച്ച് തലച്ചോറ് തന്നെ നമ്മുടെ അസുഖത്തിനെ വേഗം തന്നെ പുറത്തേക്ക് ആക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് അതങ്ങനെ വേഗം തന്നെ പുറത്താവും. അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ ആലോചിച്ച് കൂട്ടി ഉണ്ടാക്കരുത്. ഇപ്പോൾ ഈ അസുഖത്തിൻ്റെ കാര്യം മാത്രമല്ല, എല്ലാ വക നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും ഇതങ്ങനെ തന്നെയാണ്. അതായത് നമ്മളൊരു ചെറിയൊരു സംഗതി വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ഇത് വന്നാലോ എന്ന് വിചാരിച്ച് നമ്മൾ ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം ചിന്തിച്ച് അത് നമ്മുടെ തലയിൽ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് തന്നെ അതിനനുസരിച്ച് പ്രതികരിക്കണം. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ വരും കാര്യങ്ങൾ. നമ്മൾ ഇതന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണ്, നമ്മൾ എന്ത് ചിന്താഗതിയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുവിധം 99% നമുക്ക് അത് തന്നെ വന്നു ചേരും. നമ്മുടെ ഒരു ഭയം അത് സത്യമായിട്ട് വരും. ആ നേരത്തൊന്നും ഒരു കുഴപ്പമില്ല, നല്ലതാണെന്ന് ഇതൊക്കെ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ചിന്താഗതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരുവിധമൊക്കെ അത് നല്ല രീതിയിൽ തന്നെയാണ് വന്നു ചേരുക. പിന്നെ വന്നോർത്ത് വെച്ച് കാണാമെന്നുള്ളൊരു മൈൻഡും കൂടി നമുക്ക് വേണം. അതൊന്നും വലിയ കാര്യമില്ല. പക്ഷേ ഇതൊക്കെ വലിയൊരു കാര്യമായിട്ട് നമ്മൾ പേടിച്ച് ഭയന്ന് ഇങ്ങനെ കണക്കൂട്ടി നാളെ എങ്ങനെ വരും, മറ്റന്നാൾ എങ്ങനെ വരും, അങ്ങനെ നമ്മൾ കണക്കൂട്ടിയിട്ട് ജീവിക്കാൻ പാടില്ല. നമ്മൾ നാളത്തെ കാര്യം ആലോചിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയമാണ്. എന്തുണ്ടാവും എന്നുള്ള ആകുല ചിന്തകളാണ്. നാളെ എന്നുള്ള വിചാരം മാത്രമായി ജീവിക്കുന്നവർക്ക് എന്താണാവോ എന്നുള്ളൊരു ആദ്യമാണ് പിന്നെ ഉണ്ടാകും. ആ നേരത്ത് കഴിഞ്ഞത് ചില ആളുകളുണ്ട്, കഴിഞ്ഞു പോയത് മാത്രം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളുണ്ട്. അവർക്ക് കൂടുതലുണ്ടാകാൻ പോകുന്ന കഴിഞ്ഞു പോയതിനെ പറ്റിയിട്ടുള്ളൊരു കുറ്റബോധങ്ങളായിരിക്കും അവർക്ക് കൂടുതലുണ്ടാവുക. അപ്പോൾ നമുക്ക് അന്ന് കഴിഞ്ഞത് അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു. അപ്പോൾ അവർക്കതൊരു കുറ്റബോധമായിട്ടാണ്. പിന്നെ എനിക്ക് അങ്ങനെ ചെയ്യായിരുന്നു, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞത് മാത്രം ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? അവരുടെ ചിന്താഗതി അങ്ങനെയാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറ്റബോധമാണ് കൂടുതലുണ്ടാകുന്നത്. നേരെ മറിച്ച് വരാതിരിക്കാമെന്ന് ചിന്തിക്കുന്നവർക്ക് ആശങ്കയോ ആകുലതകളാണ് അവരുടെ ജീവിതത്തിലുണ്ടാകുക. പക്ഷെ നമ്മളങ്ങനെ വരാനുള്ളതോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയതോ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് എന്താണോ സംഭവിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക. ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ആലോചിക്കുക. ഇന്നത്തെ കാര്യം ഭംഗിയാക്കി ജീവിക്കേണ്ട കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു പോയതിനെ പറ്റി നമ്മൾ ആലോചിച്ച് വിഷമിക്കേണ്ട വരുമോ? ഇല്ലല്ലോ. നമ്മൾ ഇന്ന് ഭംഗിയായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് ഇന്നലത്തെ കാര്യം ഞാൻ ഇങ്ങനെ ചെയ്തില്ലെന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമേ വരില്ല. അപ്പോൾ അതുപോലെ ചെയ്യാം. പിന്നെ ഇപ്പം ഇന്നും നമ്മൾ ഭംഗിയായിട്ട് ജീവിക്കുമ്പോൾ നാളത്തെ കാര്യം ആലോചിച്ച് നമുക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. ഇന്ന് നമ്മൾ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നാളെ നമ്മൾ ആകുലപ്പെടേണ്ട കാര്യം വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ളൊരു അവസ്ഥകളിൽ ജീവിക്കാൻ പാടില്ല. അത് നമുക്ക് വലിയ കുറ്റബോധവും നഷ്ടബോധവും അല്ലെങ്കിൽ ആകുലതകളും ഒക്കെ വരും. ഇന്നാണ് നമ്മുടെ ജീവിതം. ഇന്നത്തെ ദിവസം നമ്മൾ ഭംഗിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മളെ നല്ല രീതിയിൽ തെറ്റുകുറ്റങ്ങളൊന്നും വരാണ്ട് നാളെ നമുക്കത് ആലോചിച്ച് വിഷമിക്കാനുള്ളൊരവസ്ഥ വരാണ്ട് കഴിഞ്ഞത് ആലോചിച്ച് വിഷമിക്കാനായിട്ട് ഒരവസ്ഥ നമുക്ക് വരാത്ത രീതിയിൽ നമ്മൾ ഇന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യം ഒരിക്കലും വരില്ല. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് ചിന്താഗതികളൊക്കെ കളഞ്ഞ് നമ്മൾ വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇന്ന് ജീവിക്കുന്ന ഇന്നാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിൽ കണ്ട് ഇന്നത്തെ ജീവിതം ഭംഗിയാക്കി എല്ലാം കൊണ്ടും, ഞാൻ പറഞ്ഞ ഒരു കാര്യം കൊണ്ടല്ല, എല്ലാം കൊണ്ടും ഭംഗിയായിട്ട് ജീവിച്ച് നാളെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ ജീവിതത്തിലല്ലാതെ നമ്മൾ കാര്യക്ഷമതയോട് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ പേടിക്കണ്ടല്ലോ. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇന്നലത്തെ കാര്യം ആലോചിച്ച് ഇന്ന് നമുക്ക് വിഷമിക്കേണ്ടയും ആവശ്യം വരില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ജീവിച്ച് നമ്മുടെ ജീവിതം ഭംഗിയായിട്ട് ജീവിക്കുക. എപ്പോഴും നെഗറ്റീവ് ചിന്താഗതികൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കളയുക.
നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണ്ടത് പോസിറ്റീവ് ചിന്താഗതികളാണ്. നമ്മളുടെ പെരുമാറ്റങ്ങളും പ്രവൃത്തികളും എല്ലാതും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പറ്റിയിട്ട് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവാനും നമ്മൾ ചെയ്ത കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് ആലോചിച്ച് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യം. നമ്മൾ വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ ആ കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്കത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. അതാ പറഞ്ഞത്, നമ്മൾ വളരെ വീണ്ടും വിചാരത്തോട് കൂടിയിട്ട് വേണം ജീവിക്കാനായിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വിഷമിക്കേണ്ടോ ചിന്തിക്കേണ്ട ആവശ്യം വരില്ല. അപ്പം നമുക്ക് നെഗറ്റീവ് ചിന്താഗതി നമ്മുടെ മനസ്സിൽ വരില്ല. പിന്നെ മറ്റുള്ളവരെ പറ്റിയിട്ട് മറ്റുള്ളവരോടൊരു ദേഷ്യം, വൈരാഗ്യം, പല ആളുകളും നമ്മളോട് പല തെറ്റുകളും നമ്മളോട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊരു വൈരാഗ്യമൊന്നും നമ്മുടെ ഉള്ളിൽ വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, അവരിങ്ങനത്തെ ഒരു വ്യക്തികളാണ്. അപ്പം നാളെയും നമ്മളിങ്ങനെയുള്ളൊരു ഇതിൽ ചെന്ന് ചാടാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാണ്ട് മുന്നിൽ വന്നു പോയിട്ടുള്ളൊരവസ്ഥ വരുത്താൻ ഒരിക്കലും നമ്മൾ നിന്ന് കൊടുക്കരുത്. അപ്പോൾ ഇയാളുടെ സ്വഭാവം ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇയാളുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് വെച്ചിട്ട് ആളോട് ദേഷ്യം വയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ ക്ഷമിച്ച് കൊടുത്തേക്കുക. പക്ഷേ നാളെ വീണ്ടും ആ വക അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്രമാത്രം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് ഈ വൈരാഗ്യമൊക്കെ ഉള്ളിൽ വെച്ച് പുലർത്തുന്നവർക്കാണ് നിത്യമായ ഒരു അസുഖത്തിലേക്കും മനസ്സിന് സുഖമില്ലാണ്ടായാൽ തന്നെ നമ്മൾ ഈ വൈരാഗ്യമാണ് നമ്മുടെ ഉള്ളിലിരുന്ന് പുകയുന്നത്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ വൈരാഗ്യത്തിൻ്റെ കാര്യം പറയണത്, വൈരാഗ്യം, ദേഷ്യം, പക, വിദ്വേഷം എല്ലാതും നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ എന്താണെന്നറിയോ, ഇത് നമ്മളെ തന്നെയാണ് നശിപ്പിക്കുക. അതായത് നമ്മളെ കയ്യിൽ ഒരു കുറച്ച് കനലെടുത്ത് നമ്മുടെ കയ്യിൽ കൈ പിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അമർത്തി പിടിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വേഗം ഇട്ട് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ കൈ തന്നെയാണ് പൊള്ളുക, അല്ലേ? നമ്മുടെ കൈക്കാണ് ഇത് അമർത്തി പിടിക്കുമ്പോൾ പൊള്ളലേൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ കനൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം തന്നെ അത് കളയുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പരിക്കേൽക്കുള്ളൂ, അല്ലെങ്കിൽ പരിക്കേൽക്കാതെ നമുക്ക് രക്ഷപ്പെടാം. ആ നേരത്ത് നമ്മളിത് കാലങ്ങളോളം നമ്മൾ കുറേ സമയം ഇതങ്ങനെ കയ്യിൽ അമർത്തി പിടിച്ച് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് കൂടുതൽ ദോഷമായിട്ട് മാറുക. മറ്റേ വ്യക്തിയെക്കാളും കൂടുതൽ നമുക്കാണ് അത് കൂടുതൽ ദോഷം ഉണ്ടാവാൻ സാധ്യതയല്ല, ഉറപ്പായിട്ടത് നമുക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരിക്കലും അങ്ങനെയുള്ള വിദ്വേഷങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കാണ്ട് മനസ്സ് വളരെയധികം പെർഫെക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെ കളങ്കതമായ ചിന്തകളൊന്നുമില്ലാണ്ട് നമ്മൾ ജീവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. എപ്പോഴും നമ്മുടെ മനസ്സിനൊരു സന്തോഷകരമായ ഒരവസ്ഥയിലെ കൂടെയാണ് നമ്മൾ കടന്നു പോവുക. ആ നേരത്തെ വിദ്വേഷം, വൈരാഗ്യം, പക ഇതൊക്കെ നമ്മൾ ഉള്ളിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡും ശരിയാവില്ല, നമ്മളുടെ മുഖത്തിനും അതിനുള്ള ഒരു ഇതുണ്ടാവും. എപ്പോഴും ആ വ്യക്തിനെ കാണുമ്പോൾ നമുക്ക് ദേഷ്യമാണ്, അല്ലേ? അപ്പോൾ നമ്മുടെ മുഖത്ത് ചിരിക്കാനോ ഒന്നിനുമുള്ളൊരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ അത് ചിരിക്കുന്നതിനും ദേഷ്യപ്പെടുന്നതിനും നമുക്ക് പല പല ഞരമ്പുകൾക്ക് സ്ട്രെയിൻ കൊടുക്കേണ്ട കാര്യമുണ്ട്. ചിരിക്കാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്ക് ചിരിച്ച് സന്തോഷിക്കാൻ പറ്റിയില്ലെങ്കിലും ദേഷ്യപ്പെടാൻ നിൽക്കണ്ട. അങ്ങനത്തെ ഒരു ദേഷ്യം പ്രകടിപ്പിക്കരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ കൂളായിട്ടും ശാന്തരായിട്ടും ജീവിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകൾ ഉണ്ടാവാനും നമുക്ക് തന്നെ മാനസികമായിട്ട് നമുക്ക് ഉയർച്ചയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് മനസ്സിനൊരു സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ടല്ലോ, അതുണ്ടാവാൻ പറ്റും. നമ്മൾ ഈ വൈരാഗ്യവും മറ്റുള്ളവരുള്ള പകയൊക്കെ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിനൊരു സന്തോഷമോ ഒരു ഇതൊന്നും നമുക്കുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഒഴിവാക്കി എല്ലാവരോടും സമചിത്തതോടുകൂടി നമ്മുടെ മനസ്സിനെ എപ്പോഴും ഒരു സമചിത്തതയിൽ, ദേഷ്യമായാലും വൈരാഗ്യമായാലും സന്തോഷമായാലും എല്ലാതും ഒരു സമചിത്തതയിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മൾ വളരെ പ്ലസൻ്റായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ദിവസം നമ്മൾ ജീവിക്കുക, മനസ്സിലായോ? ഇന്നലെയും നാളെയും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇന്നത്തെ ദിവസം മനോഹരമാക്കി കഴിഞ്ഞാൽ, നന്നാക്കി കഴിഞ്ഞാൽ ഇന്നലത്തെയും നാളത്തെയും കാര്യം ആലോചിച്ച് നമ്മൾ വിഷമിക്കേണ്ട വരില്ല. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഇതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കും കേട്ടോ. വൈരാഗ്യം, വിദ്വേഷമൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് എല്ലാവരുമായിട്ടൊരു നല്ല രീതിയിൽ, നല്ല പ്ലസൻ്റായിട്ട് എല്ലാവരോടും ഇടപെട്ട് നന്നായിട്ട് ബിഹേവ് ചെയ്ത് എല്ലാവരോടും അങ്ങനെ ജീവിക്കുക. ഇന്നത്തെ ദിവസം നമ്മൾ ജീവിക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് അതാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും
മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, അപ്പോൾ ഞാനിനി വേറെ വീഡിയോയുമായിട്ട് നാളെ വരാം. ഓക്കേ, ബൈ.